ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഇന്നൊരു സൺസെറ്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടക്കുമെന്നറിയില്ല. കാരണം 4:30-4:45 ആകുമ്പോഴത്തേക്കും സൺസെറ്റ് ആവും ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട്. ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പുറത്തിറങ്ങിയിട്ട്, രാവിലെ എന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നോളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊന്ന് മാറി ഇനി ഒരു സൺസെറ്റ് കാണാം എന്നൊക്കെ വിചാരിച്ച് എവിടെയെങ്കിലും പീസ്ഫുള്ളായിട്ട് പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഈവനിങ് ആണിത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സൺസെറ്റ് മിസ്സാവുന്നു. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എത്തുമെന്നൊന്നും അറിയില്ല. എത്തിയാൽ എത്തട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കേട്ടോ. കാരണം എത്തണം എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര വിഷമാവും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇറങ്ങാം, കിട്ടിയ ലോട്ടറി. കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ 12 hours ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് വീക്ക്ലി 3 times ഓഫ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം വീഡിയോ എടുക്കാനേ പറ്റില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഒട്ടും ടൈം കിട്ടില്ല. കാരണം 12 hours വർക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ടൈം റെസ്റ്റ് എടുക്കുക, കിടന്നുറങ്ങുക, ഇത് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഓഫ് ഡേ ആണ്. ഇന്നലെ എൻ്റെ ഒരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് വീട് മൊത്തം മെസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുൾ ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിച്ചേ ഇല്ല. ഇന്നിപ്പോൾ ഞാൻ ലഞ്ചിന് പോയപ്പോഴുള്ള വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പിന്നെ അതിന് മുമ്പും ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2-3-4 ദിവസങ്ങൾ മുമ്പ്. പക്ഷെ അതിന് പോലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം പോലും കിട്ടിയില്ല. അതുകൊണ്ട് അതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഹായ്, പോട്ടോ. ഹായ്, ഹലോ ഗായ്സ്. എന്താ എങ്ങനെയാ ഗ്ലാസ് വെച്ചേക്കണേ? കറക്റ്റ് വെക്ക്, കണ്ണിൽ വെക്കടി. ഓക്കെ, എവിടെ പോണു? വെള്ളത്തിലോ? ഇഷ്ടാണോ? ഓക്കെ, പോട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഈ കുറച്ച് ദിവസം ആയിട്ടുള്ള എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ്. വലിയ മൂഡൊന്നും ഇല്ലാത്ത കുറേ ദിവസങ്ങൾ. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് വീഡിയോ ഇടാത്തതെന്ന്. വീഡിയോ ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, തീരെ ടൈം കിട്ടുന്നില്ല. ഇപ്പോഴും കറൻറ്റ്ലി കിട്ടുന്നില്ല. പക്ഷേ ഓഫ് ഡേ ആയതുകൊണ്ട് ഇന്നലത്തെ കാര്യം ഞാൻ പകുതി പറഞ്ഞ് നിർത്തിയുള്ളൂ. എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വീട് ഫുൾ ക്ലീനിങ് പരിപാടികളായിരുന്നു. ഇവിടെ ധനാമോളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഇനാഗുറേഷൻ. ആസിഫ് അലിയും ഹനാൻ ഷായും ഒക്കെ വരുന്നത്. പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് ഈ തൊട്ടടുത്ത് പരിപാടി നടക്കുകയാണ്, എന്നിട്ട് പോലും ഞാൻ പോയില്ല. കാരണം എനിക്ക് അത്രത്തോളം എൻ്റെ മൈൻഡ് ഓക്കെ ആയിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ വീട് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് കുളമായിട്ട് കിടക്കുമായിരുന്നു. അതിനൊക്കെയാണ് എനിക്ക് എപ്പോഴും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ പ്രോഗ്രാം പോലും കാണാൻ പോയില്ല. കുറേ പേരെന്നോട് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ഞങ്ങളാരും പോയില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് ഇന്നലെ ഒരു കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പുറത്തിറങ്ങാമെന്ന് തന്നെ വിചാരിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഈ ഡ്രസ്സ് തന്നെയായിരുന്നു ഞാൻ ഈ സ്കേർട്ട് തന്നെയായിരുന്നു ഞാൻ ലഞ്ചിന് പോയപ്പോൾ ഇട്ടത്. പക്ഷെ ഞാൻ ഈ ടോപ്പ് ഒന്ന് മാറ്റി. ഞാൻ ജസ്റ്റ് ഈ ടോപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് വലിയ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെയിറ്റ് ഹാല ാണ് ഞാൻ പറഞ്ഞ സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ടോപ്പ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ടോപ്പ് കാണാൻ പറ്റും. എനിക്ക് വലിയ ഇഷ്ടമായില്ല. അവിടെ എനിവേസ് വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാനൊന്ന് മെസ്സാക്കിയിട്ടേക്കണം. ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേഗം ഇറങ്ങാം കേട്ടോ, വിളി വരുന്നതിനുള്ളിൽ. സോ ദാറ്റ്സ് ഇറ്റ്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ടു സബ്സ്ക്രൈബ്. Wait.
പയ്യെ പയ്യെ വെയിറ്റ് ചെയ്യാ. ബാക്കിലിരിക്കാവേ. അല്ല, ബിരിയാണി നല്ലതാ. പക്ഷെ നമ്മ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആദ്യം തന്നെ കംപ്ലീറ്റ് ഓർഡർ ചെയ്ത് വെക്കണം. രണ്ടാമത് നമ്മളതിലേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ചുമ്മാ കഴിച്ചോണ്ടിരുന്നത്. വേണ്ടാണ്ടായിട്ടും കാരണം അല്ലെങ്കിൽ നമുക്കത് വേസ്റ്റ് ആവുമല്ലോ. പിന്നെ ചീസ് കേക്ക് അടിപൊളി കാരണം എനിക്കിത് വലിയ ഇഷ്ടമല്ല ഈ സ്ഥലം. കാരണം നീ ഓർക്കണ്ട, പണ്ട് നമ്മള് വന്നിട്ടുണ്ട് ഇവിടെ. എനിക്കെന്തോ എനിക്ക് ഈ സ്ഥലം വലിയ താല്പര്യമില്ല. ഈസിലി ആക്സസിബിൾ ആയിട്ടേ. സോ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി. എനിക്ക് സൺസെറ്റ് നല്ല ഇഷ്ടമായി. പക്ഷെ പോയ സ്ഥലം എനിക്കിപ്പോൾ കുറച്ചും കൂടെ ക്രൗഡ് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകാനാണ് ഇഷ്ടം. ഭയങ്കര ക്രൗഡഡ് പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൺസെറ്റ് കാണില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ട് പോയിട്ട് കണ്ടത് കൊണ്ടുള്ളൊരു സന്തോഷമുണ്ട്.
ദെൻ വാട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ബില്ലുവിനെ ചെറുതായിട്ടൊരു ഹെയർ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആല ഉറങ്ങി ബാക്കിൽ പാവം. കാരണം ആല നേരത്തെ എഴുന്നേറ്റായിരുന്നു, ഞങ്ങളെക്കാളും നേരത്തെ എഴുന്നേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ഉറക്കം ഇന്ന് ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് അവളിപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്. ദെൻ വാട്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എവിടെയെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു മോളിലൊക്കെ കൂടെ പുറത്ത് പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം എന്നുള്ളതാണ്. ഇവിടെയല്ലേ ഈ പ്രശ്നം ബോട്ടിൽ പോണോ? പിന്നെന്താണ്ട് കാലൊക്കെ വേണ്ടേ? ഇല്ല വേണം. പിന്നെ ആരാ വേണ്ടേ? ചാക്കി വേണം. പിന്നെ ആരാ വേണ്ടേ? ബില്ലുവിന് ഇഷ്ടം, ചാക്കി ഇഷ്ടം. Yes, very good, my girl. Love you. Can we go? Yeah, bye. Just go to the side. La la la. ആല പാവനോ കല്യാണോ? അങ്ങനെ പുറത്തു പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നു. നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ ലഞ്ച് കഴിക്കാൻ ഇറങ്ങി, പിന്നെ സൺസെറ്റ് കാണാൻ ഇറങ്ങി, കുറേ ഇങ്ങനെ മുകളിൽ നടന്ന്, അങ്ങനത്തെ ഫുൾ ഡേ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പോൾ ഇനി വന്ന് കയറിയുള്ളൂ. ഇനി പെട്ടെന്നൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരം കിടക്കണം. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷെ വലിയൊരു ഹെവി വിശപ്പായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും
കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചു. കുക്കൊന്നും ചെയ്യാനുള്ള എനർജി ഇന്ന് എൻ്റെ ശരീരത്തിലില്ല. അതുകൊണ്ട് വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് നേരം കിടന്ന് എന്തെങ്കിലും വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്ളോഗ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ. കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല, അപ്പോൾ എന്തായാലും വീഡിയോ ഇടണം. പിന്നെ അതുപോലെ നാട്ടിൽ പോകാൻ ഡേറ്റ്സ് ഇങ്ങനെ അടുക്കാറായി എന്ന് പറഞ്ഞാൽ 1 more month എന്നൊക്കെ പറയാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അതൊക്കെ ഒന്ന് ലിസ്റ്റ് ഓൺ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ ഇതേപോലൊക്കെ ഇന്ന് നോക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലൈക്ക് ഈ ഒരു മന്തും ഈ നെക്സ്റ്റ് മന്തും നല്ല ബിസി മന്തായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാനുള്ള കുറേ കണ്ടൻസ് ഉണ്ട്. എൻ്റെ മൂഡ് അനുസരിച്ചിട്ടും സമയം അനുസരിച്ചിട്ടും വരെയും പറയാൻ പറ്റുള്ളൂ. പിന്നെന്താ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വരാം. റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാനിവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. See you all in the next video. Until then, take care and bye-bye.